നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. മരത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം. പി വി അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ പൂരം കലക്കിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെ കാണുന്നുവെന്ന് CPM നേതൃത്വം. ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് നിയന്ത്രണം. വള്ളത്തോളിന്റെ ജന്മദിനത്തിൽ വള്ളത്തോളിന്റെ സമാധിയിൽ നിരാഹാരമിരിക്കുമെന്ന് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ്. യുവ സംവിധായകന് നാളെ ജന്മനാട്ടിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. മരത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. 2 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്ക്. തൃശൂർ മരത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം. ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇതേസമയം സ്ഥാപനത്തിൽ സുരക്ഷാ ജീവനക്കാരാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. തുടർന്ന് തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നും ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീയണച്ചു. ഫർണിച്ചർ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഓർഡർ നൽകി വീടുകളിലേക്ക് ഫർണിച്ചർ വസ്തുക്കൾ നിർമ്മിച്ചെത്തിക്കുന്ന കടയാണിത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് സംശയിക്കുന്നത്. അപകട സമയത്ത് ശക്തമായ മഴ പെയ്തതിനാൽ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചില്ല. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. ADGP MR അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. ADGP MR അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിക്ക് പരാതി കൈമാറി. AKG സെന്ററിന് സമീപമുള്ള ഗോവിന്ദന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കീഴടങ്ങിയിട്ടില്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ എന്നും PV അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ ദൈവത്തിനും ഈ പാർട്ടിക്കും മാത്രമേ കീഴടങ്ങൂ. പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. MV ഗോവിന്ദൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം താൻ മറുപടി നൽകി. സർക്കാർ ഭയപ്പെട്ടിട്ടാണ് നടപടിയെടുക്കാത്തതെന്ന് വിശ്വസിക്കുന്നില്ല. സംസ്ഥാനത്തെ പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ലോബിക്ക് എതിരെയുള്ള വിപ്ലവമാണ് ഇത്. താൻ ഉന്നയിച്ചത് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു. അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ADGPയെ മാറ്റേണ്ടത് താനല്ലെന്നും അജിത് കുമാർ. ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് തനിക്കുമുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ എലിയായി മാറിയെന്ന വിമർശനത്തിനും MLA മറുപടി പറഞ്ഞു. എലി അത്ര മോശം ജീവിയല്ല. അത് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. താൻ എലിയായാലും കുഴപ്പമില്ല. കീഴടങ്ങി, മുങ്ങി, എലിയായി, പൂച്ചയായി എന്നെല്ലാം പറയുന്നവരുണ്ട്. അത് നടക്കട്ടെ. താൻ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അൻവർ പ്രതികരിച്ചു. പരാതി പാർട്ടി സംഘടനാപരമായി പരിശോധിക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് ഗോവിന്ദന് കൈമാറിയത്. അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിക്കും. പോലീസുകാരെ കൊണ്ട് തൃശൂർ പൂരം കലക്കിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസബലയെ കാണാൻ മുഖ്യമന്ത്രിയാണ് ADGP അജിത് കുമാറിനെ പറഞ്ഞയച്ചെന്നും ഇരുവരും തമ്മിൽ 1 മണിക്കൂറോളം സംസാരിച്ചുവെന്നും VD സതീശൻ ആരോപിച്ചു. ഹൊസബലയുമായി ADGP പാർമേക്കാവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. തൃശൂരിലെ RSS ക്യാമ്പിനിടെ ഇവർ 1 മണിക്കൂർ ചർച്ച നടത്തി. ഇതാണ് പൂരം കലക്കുന്നതിലേക്ക് നയിച്ചത്. പൂരത്തിന് കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോൾ തൃശൂരിൽ ഉണ്ടായിട്ട് പോലും ADGP ഇടപെട്ടില്ല. തൃശൂർ പൂരം കലക്കാൻ ADGP മുഖ്യമന്ത്രിയുടെ അറിവോടെ ഇടപെട്ടുവെന്നും CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. RSSുമായി മുഖ്യമന്ത്രിക്ക് അവിശുദ്ധ ബന്ധം ഉള്ളതുകൊണ്ടാണ് ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പൂരം കലക്കിയത്. ഹൈന്ദവ വികാരം ഉയർത്തി മുഖ്യമന്ത്രി BJP സ്ഥാനാർത്ഥിയെ തൃശൂരിൽ ജയിപ്പിച്ചു. ഇലക്ഷന് ശേഷം ED എവിടെ? കരുവന്നൂരിലെ അന്വേഷണം എവിടെ? ADGPക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് പേടിയെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും VD സതീശൻ പറഞ്ഞു.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ PV അൻവറിന്റെ പരാതി അന്വേഷിക്കാൻ CPM. അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെ കാണുന്നുവെന്ന് CPM നേതൃത്വം. അന്വേഷിക്കാൻ CPM. അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെ കാണുന്നുവെന്ന് CPM നേതൃത്വം സൂചിപ്പിച്ചു. അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യും. ADGP MR അജിത് കുമാർ പാർട്ടി സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P ശശിക്കുമെതിരെ PV അൻവർ പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും P ശശിയാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നും അൻവർ ആരോപിച്ചിരുന്നു. സർക്കാരിനും പാർട്ടിക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടാകുന്നു, ഇത് തിരുത്തപ്പെടണമെന്നും ആവശ്യപ്പെട്ടാണ് അൻവർ MV ഗോവിന്ദന് പരാതി നൽകിയത്. ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് നിയന്ത്രണം. ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് നിയന്ത്രണം. 1 കിലോമീറ്റർ പരിധിക്കുള്ളിൽ സ്വന്തം വീട്ടിലോ സർക്കാർ ക്വാർട്ടേഴ്സിലോ താമസിക്കുന്നവർക്ക് ഇളവുണ്ട്. വാണിജ്യാവശ്യത്തിന് നിർമ്മിച്ച കെട്ടിടങ്ങളിലോ ലബോറട്ടറി, സ്കാനിംഗ് സെന്റർ, ഫാർമസികൾ, മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നിടത്തോ സ്വകാര്യ പ്രാക്ടീസ് അനുവദിക്കില്ലെന്ന് പുതിയ മാർഗരേഖ വ്യക്തമാക്കുന്നു. അധികൃതർ ആവശ്യപ്പെട്ടാൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശമോ താമസിക്കുന്നതിനുള്ള രേഖകളോ നൽകേണ്ടി വരും. സർക്കാർ ഡോക്ടർമാർക്ക് മാത്രമാണ് സംസ്ഥാനത്ത് സ്വകാര്യ പ്രാക്ടീസിന് അനുമതി. നോൺ പ്രാക്ടീസിന് അനുകൂലമുള്ളതിനാൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസിന് വിലക്കുണ്ട്. സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്ത് പരിമിതമായ ഉപകരണങ്ങൾ മാത്രമേ രോഗനിർണയത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡെന്റൽ ഡോക്ടർമാർക്ക് ഡെന്റൽ ചെയറും അത്യാവശ്യ ഉപകരണങ്ങളുമാകാം. സർക്കാർ ഡോക്ടർമാരുടെ യോഗ്യതയോ സ്വകാര്യ പ്രാക്ടീസ് സംബന്ധിച്ച വിവരങ്ങളോ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, പരസ്യ ബോർഡുകൾ എന്നിവ വഴി പ്രചരിപ്പിക്കരുത്. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിന്റെ സ്വകാര്യ പ്രാക്ടീസിന് അനുമതി ലഭിച്ചതടക്കമുള്ള നിർദ്ദേശങ്ങളെ KGMO സ്വാഗതം ചെയ്തു. കലാമണ്ഡലം അധികൃതർ മാനസിക പീഡനം തുടരുകയാണെങ്കിൽ വള്ളത്തോളിന്റെ ജന്മദിനത്തിൽ വള്ളത്തോളിന്റെ സമാധിയിൽ നിരാഹാരമിരിക്കുമെന്ന് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ്. കലാമണ്ഡലം അധികൃതർ മാനസികമായി പീഡനം തുടരുകയാണെങ്കിൽ വള്ളത്തോളിന്റെ ജന്മദിനത്തിൽ വള്ളത്തോളിന്റെ സമാധിയിൽ നിരാഹാരമിരിക്കുമെന്ന് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അറിയിച്ചു. കലാമണ്ഡലത്തിലെ ധനവിനിയോഗത്തിനെതിരെയും DJ പാർട്ടിക്കുമെതിരെയും പ്രതികരിക്കുന്നതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ നിന്നും മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിൽ കത്തുകൾ അയക്കുകയാണെന്ന് ഗ്രാമപ്രകാശ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ്. ഈ കേരള കലാമണ്ഡലത്തിലെ നടപടികൾ പലതും അപകടത്തിലാവുന്ന സമയത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട്. ധന ദുർവിനിയോഗമായാലും അവിടെ രജിസ്ട്രാറും VC ഒക്കെ DJ പാർട്ടി നടത്തിയതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ വൈരാഗ്യം തീർക്കാനായിട്ടാവണം ഇപ്പോൾ എനിക്ക് ചില കത്തുകൾ കലാമണ്ഡലത്തിൽ നിന്ന് വരികയാണ്. എന്നെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള കത്തുകളാണ് കലാമണ്ഡലം അയക്കുന്നത്. 18 വർഷം മുൻപ് എനിക്ക് അവിടെ ഒരു 30,000 രൂപ എക്സിക്യൂട്ടീവിൻ്റെ അനുമതിയോട് കൂടിയിട്ട് 30,000 രൂപ യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ ഓഫീസർ എന്ന ജോലി ചെയ്തതിന് അനുവദിച്ചത്. അതേതോ സാങ്കേതിക കാരണത്താൽ ഓഡിറ്റ് ഒബ്ജക്ഷനായി. ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ തള്ളിക്കഴിയുന്നതുകൊണ്ട് സർക്കാരിലേക്ക് അന്ന് തന്നെ കത്തായി. കഴിഞ്ഞ 6 വർഷം ഞാൻ അവിടുത്തെ എക്സിക്യൂട്ടീവ് ബോർഡിലുണ്ടായിരുന്നു. അന്നൊന്നും ഈ പ്രശ്നം പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം ആണ് ഈ 30,000 രൂപ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയത് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 കത്തായി എനിക്ക് വരുന്നത്. ഇത് അയക്കുന്ന രജിസ്ട്രാറാണെങ്കിൽ ഓഡിറ്റുകാർ തടസ്സപ്പെടുത്തിയിട്ട് മാസം 75,000 രൂപ സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുള്ളത് വേറെ കാര്യം. ഞാൻ 30,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട്, ആകെയുള്ള 30,000 രൂപ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ അനുമതിയോടുകൂടി എടുത്തപ്പോൾ ഇദ്ദേഹം ഒരു അനുമതി ഇല്ലാതെ എടുത്തു എന്നുള്ളതാണ് അതിലെ വൈരുദ്ധ്യം. അതുപോട്ടെ, അന്നൊന്നും ഉന്നയിക്കാത്തൊരു കാര്യം ഇപ്പോൾ എനിക്കിങ്ങനെ അയക്കുക. നിങ്ങൾ 18% ശതമാനത്തോടുകൂടി നിങ്ങളുടെ ഈ എമൗണ്ട് റവന്യൂ റിക്കവറി നടത്തണമെന്ന് പറഞ്ഞിട്ട് 2017 കത്തയച്ചിട്ടുണ്ട് സർക്കാരിലേക്ക് ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്. ആ സർക്കാരിൽ നിന്നും മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് റവന്യൂ റിക്കവറി നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. മറുപടി വാങ്ങേണ്ട ചുമതല കലാമണ്ഡലത്തിൻ്റെ അല്ലേ? അങ്ങനെ കലാമണ്ഡലത്തിലേക്ക് സർക്കാരിൽ നിന്നൊരു അവസാനം മറുപടി വരികയും ആ മറുപടി എന്നെ അറിയിക്കുകയും ചെയ്തതിന് ശേഷം ആ ബാധ്യത എന്നിൽ ഫിക്സ് ചെയ്താൽ മാത്രമല്ലേ ഈ റവന്യൂ റിക്കവറി നടപടിക്ക് ഞാൻ വിധേയനാകേണ്ടതുള്ളൂ. അതിന് യാതൊരു നടപടിക്രമങ്ങളും ഇല്ലാതെ ഞാനിത് ഉടനെ അടയ്ക്കണം എന്നുള്ള ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീഷണിക്കത്ത് വന്നുകൊണ്ടിരിക്കും. ഇവരുടെ കഴിവില്ലായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഒരാളെ നിസ്സഹായനാക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ശ്രമം നടത്തുന്നത്. 30 വർഷമായിട്ട് കലാമണ്ഡലത്തിലെ പരിചയമുള്ള ഒരാളാണ് ഞാൻ.
എൻ്റെ വായടപ്പിക്കാൻ ഇവർ വിചാരിച്ചായിട്ട് സാധിക്കില്ല. എന്നെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കത്തുകൾ അയക്കുന്നവർ നിർത്തി ആ കത്തുകൾ പിൻവലിക്കുകയോ ആ കത്തുകൾ അയച്ചാൽ മാപ്പ് പറയുകയോ ചെയ്തില്ലെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ 16 വള്ളത്തോളിൻ്റെ ജന്മദിനത്തിന് ഞാൻ വള്ളത്തോൾ സമാധിയിൽ ഉപവാസിരിക്കാൻ പോവാണ്. 18 വർഷം മുമ്പ് സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയിൽ ജോലി ചെയ്തിരുന്നതിന് 30,000 രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇത് ഓഡിറ്റ് ഒബ്ജക്ഷനായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പലിശയടക്കം തുക തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ചാണ് കലാമണ്ഡലം രജിസ്ട്രാർ കത്തുകൾ അയക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി താൻ കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ബോർഡ് അംഗീകരിച്ചാണ് തുക കൈപ്പറ്റിയിട്ടുള്ളത്. തന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന കത്തുകൾ നിർത്തുകയും അയച്ച കത്തുകൾക്ക് മാപ്പു പറയുകയും ചെയ്തില്ലെങ്കിൽ ഒക്ടോബർ 16 വള്ളത്തോൾ ജന്മദിനത്തിൽ വള്ളത്തോളിൻ്റെ സമാധിക്ക് മുന്നിൽ നിരാഹാരമിരിക്കുമെന്നാണ് ഡോക്ടർ ഗ്രാമപ്രകാശ് അറിയിച്ചത്. ഇടതുപക്ഷ സഹയാത്രികനായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് വള്ളത്തോളിൻ്റെ സമാധിയിൽ നിരാഹാരമിരിക്കുന്നത് പാർട്ടിക്കും സർക്കാരിനും നാണക്കേടുണ്ടാക്കും. മനോരാജ്യം എന്ന സിനിമയിലൂടെ വിദേശ രാജ്യങ്ങളിലടക്കം മലയാളികളുടെ അഭിമാനമായി മാറിയ യുവ സംവിധായകന് നാളെ ജന്മനാട്ടിൽ സ്വീകരണം. മനോരാജ്യം എന്ന സിനിമയിലൂടെ വിദേശ രാജ്യങ്ങളിലടക്കം മലയാളികളുടെ അഭിമാനമായി മാറിയ യുവ സംവിധായകനെ നാളെ ജന്മനാട്ടിൽ സ്വീകരണം. ഓസ്ട്രേലിയയിലെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥ പറയുന്ന മനോരാജ്യം എന്ന സിനിമയുടെ സംവിധായകൻ റഷീദ് പാറക്കലിനെ നാളെ വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ ആദരിക്കും. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഓട്ടുപാറയിലെ വ്യാപാര ഭവനിൽ വെച്ചാണ് ആദരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗോവിന്ദ് പത്മസൂര്യ, രജിത മേനോൻ നായികയായ മനോരാജ്യം എന്ന സിനിമ വിദേശ രാജ്യങ്ങളിലടക്കമുള്ള മലയാളികൾ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തത്. നാളെ ഓട്ടുപാറയിൽ വെച്ച് നടക്കുന്ന ആദരണ ചടങ്ങിൽ സിനിമാ താരം നിയാസ് ബക്കർ മുഖ്യ അതിഥിയായിരിക്കും. നമസ്കാരം, റഷീദ് പാറക്കലാണ്. വടക്കാഞ്ചേരിക്കാർക്ക് ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ സമീർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മനോരാജ്യം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. ഗോവിന്ദ് പത്മസൂര്യയെ വെച്ച് നായകനാക്കിയിട്ടാണ് ചെയ്തത്. അത് നമ്മുടെ താളം തിയേറ്ററിലടക്കം കേരളത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് സഹകരിക്കുന്നവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെപ്പോലുള്ള ഒരു എളിയ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. എന്തായാലും ആ ആഹ്ലാദം മറച്ചു വയ്ക്കുന്നില്ല. തുടർന്നും വർക്കുകൾ ചെയ്യുന്നു. അത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഒരു ഇടവേള. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയിൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ. ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ വീട്ടുപകരണങ്ങൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിൽ. ജനതയുള്ളപ്പോൾ ഇനി എന്തിന് മറ്റൊരിടം തേടി പോകണം? ഓണത്തിനൊരുങ്ങാൻ ജനതയൊരുക്കുന്ന സുവർണാവസരം. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, 3 പീസ് നോൺ സ്റ്റിക് കുക്ക്വെയർ, കെറ്റിൽ, മോപ്പ്, അയൺ ബോക്സ് എന്നിവയടങ്ങുന്ന പാക്കേജ് ഓണം പ്രമാണിച്ച് 8,899 രൂപയ്ക്ക് ലഭിക്കുന്നു. ജനതയിൽ ഇപ്പോൾ വിലക്കുറവിന്റെ ആഘോഷം. ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779. വാർത്തകൾ തുടരുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തമിഴ് സൂപ്പർ താരം വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കത്തിലാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തമിഴ് സൂപ്പർ താരം വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കത്തിലാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനായി പാർട്ടിയെ പൂർണ്ണ സജ്ജമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് കരുക്കൾ നീക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയ് തനിച്ചു മത്സരിക്കുമോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും താരം നൽകിയിട്ടില്ല. വിജയ് ഏത് സഖ്യത്തിന്റെ ഭാഗമാകും എന്ന ചർച്ചകൾ ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നീക്കവും വിജയ് നടത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാനാണ് വിജയ് ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി വിജയ് ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പുറമെ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, രേവന്ത് റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കുവാനും വിജയ് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും CPM-ഉം തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന്റെ ഭാഗമാണ്. ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. ഓണം ഇങ്ങടുത്തു. നാളെ അത്തമായി. പൂക്കളമിടുവാനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. ഓണമിങ്ങടുത്തു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അത്തമായി. പൂക്കളമിടാനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. എന്നാൽ കേരളത്തിൽ ഇത്തവണത്തെ ഓണം
അരളിക്ക് അന്യമാണ്. പിങ്ക്, ചുവപ്പ്, ഇളം മഞ്ഞ, വെള്ള തുടങ്ങി പൂക്കളത്തിലെ നിറസാന്നിധ്യമായ അരളിപ്പൂവിന് കേരളത്തിൽ ഈ കൊല്ലം ആവശ്യക്കാരില്ല. അരളിപ്പൂ കഴിച്ച യുവതി മരിച്ചതോടെയാണ് കേരളത്തിൽ അരളിപ്പൂവിന്റെ ഡിമാൻഡ് ഇടിയുന്നത്. അരളിപ്പൂവിൽ വിഷവസ്തു ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. പിന്നാലെ അരളിപ്പൂ കഴിച്ച് പശു ചത്ത വാർത്തകളുമെത്തി. പല ദേവസ്വങ്ങളും അരളിപ്പൂ നിവേദ്യത്തിൽ വിലക്കി. മറ്റു പല ക്ഷേത്രങ്ങളും നിവേദ്യത്തിൽ നിന്നും അരളിയെ ഒഴിവാക്കി. ഇപ്പോഴിതാ ഓണത്തിനും അരളിപ്പൂവിന് ഡിമാൻഡില്ല. കേരളത്തിലേക്ക് അരളിപ്പൂ കയറ്റുമതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഓണത്തിനായി ഇതുവരെ ഒരാൾ പോലും അരളി മുൻകൂർ ഓർഡർ ചെയ്തിട്ടില്ലെന്നാണ് വാസ്തവം. മുൻവർഷങ്ങളിൽ ഉത്രാടനാടിലേക്ക് 6000 കിലോ അരളിപ്പൂ വരെ മുൻകൂർ ഓർഡർ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 1 കിലോയ്ക്ക് പോലും ആവശ്യക്കാരില്ല. ഓണക്കാലത്തെ ആവശ്യത്തിന് പുറമെ മരണാനന്തര ചടങ്ങുകൾ, പൂജ തുടങ്ങിയവയ്ക്കാണ് അരളി കേരളത്തിലേക്ക് അധികം എത്തിയിരുന്നത്. വിഷാംശമുണ്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ ഒരാവശ്യത്തിനും അരളി ഉപയോഗിക്കാതായി. ചീത്തയാവാതെ കൂടുതൽ നാൾ സൂക്ഷിക്കാമെന്നതാണ് പൂവുകൾക്കിടയിൽ അരളിയെ വ്യത്യസ്തമാക്കുന്നത്. കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലേക്ക് അരളിപ്പൂ തമിഴ്നാട്ടിൽ നിന്ന് കയറ്റിവിടുന്നുമുണ്ട്. വയനാടിന് കൈത്താങ്ങാകുവാൻ സോപ്പ് ചലഞ്ചുമായി മുണ്ടത്തിക്കോട് NNS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ. ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ അലൻസിയറിനെതിരെ കേസ് എടുത്തു. ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ അലൻസിയറിനെതിരെ കേസെടുത്തു. ചെങ്ങമനാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആഭാസം സിനിമയുടെ ലൊക്കേഷനിൽ അലൻസിയർ മോശമായി പെരുമാറി എന്നാണ് യുവനടിയുടെ പരാതി. യുവനടിയുടെ പരാതിയിലാണ് എറണാകുളം ചെങ്ങമനാട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. 2017 ബാംഗ്ലൂരിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് നടിയുടെ പരാതി. മുൻപ് ഇതേ നടി അലൻസിയറിനെതിരെ പരാതി ഉയർത്തിയെന്നെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല. ഐശ്വര്യ ഡോങ്റയ്ക്ക് മുന്നിലാണ് നടി മൊഴി നൽകിയത്. അലൻസിയറിനെതിരെ നേരത്തെയും സമാന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും കേസിൽ അന്വേഷണം നടത്തുക. ഒരു ഇടവേള കൂടി. ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വാർത്തകൾ തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി ഭാഗ്യലക്ഷ്മി. റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ സിനിമാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഭാഗ്യലക്ഷ്മി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി ഭാഗ്യലക്ഷ്മി. റിപ്പോർട്ട് പുറത്തു വന്ന അന്നു മുതൽ സിനിമാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഏറ്റവും താഴെത്തട്ടിലുള്ളവർ അപമാനിക്കപ്പെടുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഒരു തരത്തിൽ ദ്രോഹമെന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തി. സമൂഹത്തിലും കുടുംബത്തിലുമുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെടുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. മുഖം മറച്ചെത്തിയ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്കും ഭാഗ്യലക്ഷ്മി മറുപടി പറഞ്ഞു. ഞങ്ങൾ മുഖം മറയ്ക്കാതെയാണ് ഇപ്പോൾ ഇവരുടെ ആരോപണത്തിൽ ഇപ്പോൾ മറുപടി നൽകുന്നത്. ആരോപണങ്ങൾ നേരിടും. അപമാനിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. പോലീസിൽ പരാതി നൽകും. മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഇക്കഴിഞ്ഞ 31-നാണ് ഫെഫ്കയുടെ കീഴിലുള്ള സംഘടനകളിലെ സ്ത്രീകളുടെ പൊതുയോഗം നടന്നത്. അതിൽ മുൻധാരണയോടെ 2 പെൺകുട്ടികൾ സംസാരിച്ചു. സംഘടനയെ തകർക്കാൻ ഉറപ്പിച്ച മട്ടിലാണ് അവർ പെരുമാറിയത്. ജോലി സ്ഥലത്തായാലും പൊതുവിടത്തായാലും സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് അവരോട് പറഞ്ഞത്. എന്നാൽ ഇതിനെ വളച്ചൊടിച്ചാണ് അവർ ആരോപണം ഉന്നയിച്ചത്. യോഗത്തിൽ ഒരക്ഷരം മിണ്ടാത്ത ആളാണ് പുറത്തിറങ്ങി ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് വിളിച്ചു പറഞ്ഞത്.
മറ്റു 2 പേരുടെ പേരുകൾ കൂടി അവർ വിളിച്ചു പറഞ്ഞു. രാധിക ശരത് കുമാറിനെതിരെയും ഭാഗ്യലക്ഷ്മി ആഞ്ഞടിച്ചു. അവർ ഇപ്പോൾ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് ഭാഗ്യലക്ഷ്മി വിമർശിച്ചു. WCC മെമ്പർമാർക്കെതിരെ ഉയർന്ന ആരോപണം അന്വേഷിക്കണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കായി നവകേരള ബസ് ബാംഗ്ലൂരുവിലേക്ക് മാറ്റി. അറ്റകുറ്റപ്പണിക്കായി നവകേരള ബസ് ബംഗളൂരുവിലേക്ക് മാറ്റി. ബസ് കട്ടപ്പുറത്തായത് വിവാദമായതോടെയാണ് നടപടി. അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരുവിലെ ബസ് നിർമ്മിച്ച പ്രകാശ് കോച്ച് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റിയെന്നാണ് വിശദീകരണം. കഴിഞ്ഞ 1 മാസത്തിലധികമായി കോഴിക്കോട്ടെ റീജിയണൽ വർക്ക്ഷോപ്പിലായിരുന്നു ബസ്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസംഘം സഞ്ചരിച്ച ബസ് മെയ് 5 മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയത്. എന്നാൽ യാത്രക്കാരില്ലാതെ വന്നതോടെ സർവീസ് മുടങ്ങി. ജൂലൈ 21-നാണ് അവസാനമായി നവകേരള ബസ് സർവീസ് നടത്തിയത്. ശുചിമുറി ഒഴിവാക്കി സീറ്റ് വയ്ക്കുന്നത് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾക്കാണ് ബസ്സിൽ നടക്കുന്നതെന്നാണ് വിവരം. നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് ബസ് സർവീസ് ആരംഭിച്ചത്. അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കിയിരുന്നു. അതേസമയം ഉയർന്ന ടിക്കറ്റ് നിരക്കും സൗകര്യപ്രദമല്ലാത്ത സമയക്രമവുമാണ് നവകേരള ബസ്സിൽ നിന്ന് യാത്രക്കാരെ അകറ്റിയെന്നാണ് വിലയിരുത്തൽ. ഷൊർണൂർ ചേലക്കര റൂട്ടിൽ ഷൊർണൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ 1/800 900 ലെവൽ ക്രോസ് സെപ്റ്റംബർ 5 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചതായി ഷൊർണൂർ റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. റെക്കോർഡ് സൃഷ്ടിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം കല്യാണങ്ങൾ നടക്കും. റെക്കോർഡ് സൃഷ്ടിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം കല്യാണങ്ങൾ നടക്കും. 330 വിവാഹങ്ങളാണ് ഇതുവരെ ഷീട്ടാക്കിയിട്ടുള്ളത്. 277 വിവാഹങ്ങൾ നടന്നതാണ് ഇതിനു മുൻപുള്ള റെക്കോർഡ്. ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള 4 കല്യാണ മണ്ഡപങ്ങളിലാണ് ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. തിരക്കുള്ളപ്പോൾ ഉപയോഗിക്കാൻ ഒരു താൽക്കാലിക മണ്ഡപം കൂടിയുണ്ട്. ചിങ്ങമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ വിവാഹങ്ങൾക്ക് നല്ല മുഹൂർത്തമുള്ളതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാഹങ്ങൾ ഷീട്ടാക്കാൻ സാധ്യതയുണ്ട്. തലേ ദിവസം വരെ വിവാഹങ്ങൾ ഷീട്ടാക്കാം. ഉച്ചയ്ക്ക് 1:30 മുൻപ് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനാൽ വലിയ തിക്കും തിരക്കും ക്ഷേത്രത്തിൽ അനുഭവപ്പെടും. കൃത്യമായ ആസൂത്രണത്തോടെ വിവാഹം നടത്താൻ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ഗുരുവായൂരിൽ വൻ തിരക്ക് അനുഭവപ്പെടും. ഇത് വിവാഹ പാർട്ടികൾക്കും ഭക്തർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. തിരക്ക് വർദ്ധിക്കുന്നതോടെ ഗുരുവായൂരിൽ ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യതയേറെയാണ്. വിവാഹ പാർട്ടിക്കാർ ആവശ്യമായ മുൻകരുതലുകൾ കൈക്കൊള്ളണമെന്ന് അറിയിപ്പുണ്ട്. സ്വർണ്ണാഭരണങ്ങളും മറ്റു വിലയേറിയ സാധനങ്ങളും പ്രത്യേക കരുതലോടെ സൂക്ഷിക്കണം. അന്നേ ദിവസം ക്ഷേത്രത്തിലേക്ക് വരുന്ന മറ്റു ഭക്തർ രാവിലെ ക്ഷേത്രാങ്കണത്തിൽ കൂടുതൽ നേരം കൂട്ടം ചേർന്ന് നിൽക്കരുത്. പ്രാദേശിക ഭക്തരും നാട്ടുകാരും തിരക്കൊഴിവാക്കാൻ സഹകരിക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. മരത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം. PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ പൂരം കലക്കിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവർ നൽകിയ പരാതി ഗൗരവത്തോടെ കാണുന്നുവെന്ന് CPM നേതൃത്വം. ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് നിയന്ത്രണം. വള്ളത്തോളിന്റെ ജന്മദിനത്തിൽ വള്ളത്തോളിന്റെ സമാധിയിൽ നിരാഹാരമിരിക്കുമെന്ന് കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ്. യുവ സംവിധായകന് നാളെ ജന്മനാട്ടിൽ സ്വീകരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.